Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സൺടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ട് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിലും ഫേസിലും ഒക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്കൊരു 50% എബോവ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് കേട്ടോ. നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് റിങ്കിൾസിനെ കുറയ്ക്കാനായിട്ട്, ഡാർക്ക് സ്പോട്ട്സിനെ കുറയ്ക്കാനായിട്ട്, ഫൈൻ ലൈൻസ് കുറയ്ക്കാനായിട്ട്, ഏജിങ്ങിന് തടയാനായിട്ട്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് സൺസ്ക്രീൻ കൊണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സൺ ബേൺ അല്ലെങ്കിൽ സൺ ടാൻ എന്നുള്ളതിനേക്കാൾ ഉപരി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഇടാതെ പുറത്തു പോകാം, വന്നിട്ട് ഇതുപോലെ പാക്ക് ഇടുക, അപ്പോൾ സൺ ടാൻ മാറും എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനേക്കാൾ ഉപരി നമ്മൾ സൺ ടാൻ അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് സൺ ടാനിനേക്കാൾ കൂടുതൽ ഡാർക്ക് സ്പോട്ട്സ് കൂടുതലായിട്ട് വരും, സ്കിൻ ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവും, റിങ്കിൾസ് ഫോം ചെയ്യും, പെട്ടെന്ന് ഏജിങ് ആവും. കാരണം അതാണ് UVA UVB പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ++ ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സൺ ടാനിൽ നിന്ന് മാത്രമല്ല, വേറെ ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ഫീറ്റിനകത്താണെങ്കിൽ നമ്മുടെ ലൈറ്റ്സിൽ നിന്നുണ്ടാവുന്നത്, ഫോണിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വെട്ടത്തിൽ നിന്നുണ്ടാവുന്ന കുറേ റേസിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ഡള്ളായിട്ടുണ്ട്, നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒക്കെ വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ടൊമാറ്റോ പൾപ്പാണ്. അപ്പോൾ ടൊമാറ്റോ അരച്ചെടുക്കാൻ നിൽക്കേണ്ട, ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഫോർക്ക് ഉപയോഗിച്ച് കുത്തി അതിൻ്റെ പൾപ്പ് മാത്രമാക്കി എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങളല്ലാണ്ട് ഇങ്ങനെ ടൊമാറ്റോ അരച്ചെടുക്കേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടൊമാറ്റോയുടെ പുറംതോട് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്റ്റൺ പൗഡറാണ്. ഉപ്റ്റൺ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും കടലമാവും നമ്മുടെ ഉലുവയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്റ്റൺ പൗഡറായി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒറ്റ സെറ്റ് എടുക്കുക. അപ്പോൾ ഓറഞ്ച് പൗഡർ മാത്രമാണെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക, ഉപ്റ്റൺ പൗഡർ മാത്രമാണെങ്കിൽ ഉപ്റ്റൺ പൗഡർ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്റ്റൺ പൗഡർ വെച്ചിട്ട് ഫേസ് പാക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ രണ്ടിനും നല്ല ബെനിഫിറ്റാണ്, ടാൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബേസായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ടൊമാറ്റോ പൾപ്പാണ്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. മാക്സിമം ടൊമാറ്റോ പൾപ്പ് തന്നെ എടുക്കുക കേട്ടോ, അതിനാണ് ബെനിഫിറ്റ് കൂടുതലുള്ളത്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് പോമഗ്രാനൈറ്റിൻ്റെ പൗഡർ എടുക്കുന്നുണ്ട്. അതായത് മാതളത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്. നമ്മുടെ വീട്ടിൽ മാതളം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണക്കി പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മാതളം ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പീല് അരച്ച് 1 ടീസ്പൂൺ അത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് മഞ്ഞൾപ്പൊടിയോ അതല്ലെങ്കിൽ കോഫി പൗഡറോ എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിത് ഈക്വൽ അനുപാതത്തിലാണ് എടുക്കുന്നത്. അതായത് 1 ടീസ്പൂൺ വീതമാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും 1 ടീസ്പൂൺ പോമഗ്രാനൈറ്റിൻ്റെ പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ഈക്വൽ അനുപാതത്തിൽ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ടൊമാറ്റോ പൾപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് ടൊമാറ്റോ ആണ്. അതുകൊണ്ട് തന്നെ ആ പൾപ്പ് നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അധികം ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഫേസിൽ മാത്രമല്ല, ഫുൾ ബോഡിയിൽ എവിടെ ടാൻ ഉണ്ടോ ആ ഒരു ഏരിയയിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നെക്കിലേക്ക് ഇറക്കി യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ ടാൻ നമുക്ക് കഴുത്തിൽ ഒരു കളറ്, ഫേസിൽ ഒരു കളറ് അങ്ങനെ അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പം ഇത് പാക്ക് ട്രൈ ചെയ്യുമ്പോഴും നെക്കിലേക്കും കൂടി ഇറക്കി ട്രൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പാക്കിലേക്ക് ടൊമാറ്റോ പൾപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒലിച്ച് പോവാത്ത കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇതിനകത്ത് ഓൾറെഡി ടൊമാറ്റോയുടെ ആ ഒരു സീഡ്സൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടില്ല. കാരണം ടൊമാറ്റോ പൾപ്പിൻ്റെ ആ ഒരു അരി ഉള്ളതുകൊണ്ട് ടൊമാറ്റോൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒലിച്ച് പോവാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആവിയൊക്കെ പിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിറ്റാണ് കേട്ടോ സ്കിന്നിന്. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കേണ്ട രീതി നോക്കാം. അപ്പോൾ നിങ്ങൾ
കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ സൺ ടാൻ ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ സൺ ടാൻ ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ടൊമാറ്റോ പൾപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് ഒരുപാട് പാക്കുകൾ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി നമ്മൾ ടൊമാറ്റോയും കോഫിയും ഷുഗറൊക്കെ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഹാഫ് പോർഷൻ മാത്രം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എൻ്റെ ഫേസിലുള്ള ടാൻ എത്രത്തോളം മാറുന്നുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ ഡ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട, കാരണം ടൊമാറ്റോ പൾപ്പുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാക്സിമം ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇടാൻ പാടുള്ളൂ കേട്ടോ. അതിന് മേലെ ഒരു കാരണവശാലും വെക്കുന്നത്. ചിലർ 1 മണിക്കൂറൊക്കെ വെക്കുമെന്ന് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യണ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൾപ്പൊക്കെ എടുത്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് നമ്മൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൈപ്പ് ഓഫ് ചെയ്യാം. ഞാൻ നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് കണ്ട ഈ ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഡള്ള അവസ്ഥയായിട്ടാണ് ഉണ്ടാവുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു സൺടാൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡൾ സ്കിന്നില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് ബ്രൈറ്റ് ആയതുണ്ടോ, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടും. കാരണം അത്രയും വർക്കാവും നമുക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.